മലയാളി മാധ്യമ പ്രവർത്തകനും ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹത്തിന്റെ ശബ്ദവുമായ തിരുവല്ലം ബാസിക്ക് വലിയ ആമുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല. സമൂഹത്തിലെ സമകാലിക വിഷയങ്ങളിൽ തന്റെ അഭിപ്രായം തുറന്നു പറയാൻ മടി കാണിക്കാത്ത ബാസിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം ചർച്ചയാവാറുണ്ട്. കഴിഞ്ഞ ദിവസം ബാസി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് വിഷയത്തിന് ആധാരം. രജിസ്റ്റർ ഓഫീസിൽ വിവാഹിതരായ വിഷ്ണു രത്നാകറിന്റെയും ആലീസ് ആൽബർട്ടിന്റെയും വിവാഹ ഫോട്ടോയും പോസ്റ്റിനൊപ്പമുണ്ട്. ഇരുവരും സംസ്ഥാന സർക്കാരിന്റെ കേസ് മാർട്ടിലൂടെയാണ് വിവാഹ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതെന്നും പറയുന്നുണ്ട്. ആദ്യം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. രണ്ട് മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ബാല്യകാലം പിന്നിട്ട് വളർന്നു വന്ന ഈ കുട്ടികൾ ജീവിതത്തിന്റെ ഏതോ ഘട്ടത്തിൽ മത ആചാരങ്ങൾ ഉപേക്ഷിക്കുകയും മനുഷ്യരായി ജീവിക്കാനും തുടങ്ങി. വിവാഹവും അവർ ആഗ്രഹിച്ചതുപോലെ ഇന്ന് നടന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ കൊച്ചുമകനാണ് വിഷ്ണു. ജ്യേഷ്ഠൻ പങ്കാളിയെ കണ്ടെത്തിയതും മറ്റൊരു സമുദായത്തിൽ നിന്നായിരുന്നു. മകളും ഒരു ചുവട് കടന്ന് അച്ഛന്റെ പാതയിലൂടെ സമുദായമോ സംസ്ഥാനമോ നോക്കാതെ വിവാഹം കഴിച്ചു. അവരുടെ മകനാണ് ഇന്ന് വേറെ മതത്തിലെ ആലീസിനെ കൈപിടിച്ച് കൂടെ കൂട്ടിയത്. നിലവിൽ 8ഓ 9ഓ ജാതി സമുദായങ്ങളുടെ മിശ്രിതമാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ സഖാവ് ശൈലജ ദേവി വിവാഹിതർക്ക് പൂച്ചെണ്ട് നൽകി ആശംസകൾ അർപ്പിച്ചു. ഈ മാസം 20-ന് മറ്റൊരു വിവാഹം കൂടി കുടുംബത്തിലുണ്ട്. അതും ജാതികൾ മറന്ന് പ്രണയിച്ച് വിവാഹിതരായ 2 പേരുടെ മൂത്ത മകന്റെ വിവാഹം. അത്തരം ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ കഥകൾ കൂടിയാണ് കേരള സ്റ്റോറി. ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. സമൂഹത്തിലെ ജാതി മത വേർതിരിവുകൾക്കപ്പുറം മനുഷ്യബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്ന പുതിയ തലമുറയുടെ ചിന്താഗതിയുടെ പ്രതിഫലനമാണ് ഈ വിവാഹം വിലയിരുത്തപ്പെടുന്നത്. വ്യത്യസ്ത മതങ്ങളിലെയും സംസ്കാരങ്ങളിലെയും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ന് കൂടുതൽ സ്വാഭാവികമാകുമ്പോൾ സഹിഷ്ണുതയും സഹവർത്തിത്വവും ശക്തിപ്പെടുത്തുന്ന ഉദാഹരണങ്ങളായാണ് ഇത്തരം സംഭവങ്ങൾ ഉയർന്നു വരുന്നത്. ഇത്തരം ജീവിത കഥകൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് കരുതിയാൽ അത് തെറ്റാവും. കേരളത്തിൽ വിവാഹിതരായ കുംഭമേളയിലെ വൈറൽ സുന്ദരി മോണോലിസിയുടെ പ്രണയകഥയും വിവാഹവും ഒരു കൂട്ടർ ആഘോഷമാക്കിയപ്പോൾ അതിൽ ലവ് ജിഹാദ് ആരോപിച്ചവരായിരുന്നു BJP-ക്കാർ. 2026 ആയിട്ടും ചിന്തകളിൽ പുരോഗമനമില്ലാതെ രാഷ്ട്രീയം പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? BJP-യിലെ ശശികല ടീച്ചറാണ് ആദ്യം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇവർക്കെതിരെ അമ്പ് തൊടുത്തത്. അതിന് പിന്നാലെ വന്നവരെല്ലാം ടീച്ചറോടൊപ്പം വാളെടുത്ത് തുള്ളി. കുംഭമേളയിലെ വൈറൽ താരമായ മോണോലിസിയും ഉത്തർപ്രദേശ് സ്വദേശി മുഹമ്മദ് ഫർമാനും കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേരളത്തിൽ വെച്ച് വിവാഹിതരായത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, A റഹീം MP എന്നിവരും വിവാഹത്തിൽ പങ്കെടുത്തു. കേസ് മാർട്ട് വഴി 1 മണിക്കൂറിനുള്ളിൽ വിവാഹ സർട്ടിഫിക്കറ്റും ലഭിച്ചു. ഇതെല്ലാം BJP-യെ ചൊടിപ്പിച്ചു. അന്ന് ഇതും കേരള സ്റ്റോറിയാണെന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നു. മഞ്ഞപ്പിത്തം വന്നവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായി തോന്നുമെന്ന് പറഞ്ഞതുപോലെയാണ് BJP-യുടെ പല സമയത്തെയും നിലപാട്. വിവാഹത്തിനായി മതപരിവർത്തനം നടത്തിയെന്ന ചില വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും ഇരുവരും തള്ളിക്കളഞ്ഞിരുന്നു. ഞങ്ങൾ 2 പേരും മതം മാറിയിട്ടില്ല. അവൾ ഹിന്ദുവായി തുടരുന്നു, ഞാൻ മുസ്ലിമായി തുടരുന്നു. പ്രണയത്തിൽ മതപരിവർത്തനം ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. സമൂഹം മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ടടിയുന്ന രാഷ്ട്രീയമാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. മനുഷ്യബന്ധങ്ങളെ മതവും ജാതിയും കെട്ടിപ്പിടിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന സമീപനം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമൂഹിക പുരോഗതിക്കെതിരായ വെല്ലുവിളിയാണ്. ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ ഒരു സാധാരണ മനുഷ്യാവകാശ പ്രകടനമാണ്. എന്നാൽ അതിനെ ലവ് ജിഹാദ് പോലുള്ള വിവാദങ്ങളാക്കി മാറ്റുന്നത് സമൂഹത്തിൽ ഭയം വിതയ്ക്കാനും വിഭജനം സൃഷ്ടിക്കാനുമുള്ള ബോധപൂർവമായ രാഷ്ട്രീയ നീക്കമാണ്. BJP പോലുള്ള ശക്തികൾ ഇത്തരം വ്യക്തിപരമായ തീരുമാനങ്ങളെയും രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ അത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും സാമൂഹിക ഐക്യത്തെയും നേരിട്ട് ബാധിക്കുന്നതാണ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തോട് ശക്തമായ മറുപടി നൽകുന്നത് ഇത്തരത്തിലുള്ള ജീവിതങ്ങളാണ്. കേരളം മുന്നോട്ടു പോകുന്നത് സഹവർത്തിത്വത്തിന്റെയും പുരോഗമന ചിന്തകളുടെയും വഴിയിലൂടെയാണ്. അതിനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നവരെ ചരിത്രം തള്ളിക്കളയുമെന്നതാണ് ഈ സംഭവങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്.